ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ മറ്റൊരു അധ്യായം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ. അപ്പോൾ ഇത് ഒരു നോൺ വെജ് എന്താ പറയുക, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോൺ വെജിലുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് പലതരം നോൺ വെജ് വിഭവങ്ങളിലൂടെ നാടനും പരിഷ്കാരിയും അത് മിക്സ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ചിക്കൻ, അതായത് ചിക്കൻ കൊണ്ടുള്ള വിഭവമാണ്. ചിക്കൻ ചില്ലി റോസ്റ്റ്. ഇതൊരു നാടൻ സ്റ്റൈലാണ്, പക്ഷേ ഇതൊരു ഷാലോ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. അതായത് പക്ഷേ ഒരു ഓവർനൈറ്റ് മാരിനേഷനാണ് ഇതിൻ്റെ ബെസ്റ്റ്. അതായത് തലേ ദിവസം നമ്മൾ മസാലയൊക്കെ പുരട്ടി അടച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചേക്കുക. പിറ്റേ ദിവസം ഒരു 2 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞാലാണ് നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, മാരിനേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് മാരിനേറ്റ് ചെയ്യുന്ന രീതിയിൽ പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ടിത് ഞാൻ നാളെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ആ നാളെ എന്നുള്ളത് നിങ്ങൾ ഓർക്കണ്ട, ഞാനത് ഇതേ ഡ്രസ്സിൽ തന്നെ വന്നിട്ടായിരിക്കും അത് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പിറ്റേ ദിവസമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ടാവും ബൈ ദ ടൈം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കുറച്ച് മസാല വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് നോക്കിക്കോളൂ. ഇതൊരു 25 പിരിയൻ മുളക് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുവാണ്. കുറച്ച് നേരമായി അത് കുതിർന്നിരിക്കുവാണ്. ഇതൊരു 10-15 കൊച്ചുള്ളി, പിന്നെ അതുപോലെ ഒരു 15 അല്ല, ഇത് കൂടുതലുണ്ട്. വലിയ അല്ലിയാണെങ്കിൽ 15 അല്ലി എടുക്കുക. ചെറിയ അല്ലിയുടെ ടൈപ്പ് വെളുത്തുള്ളി ആണെങ്കിൽ, നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ 2 ഉണ്ട വെളുത്തുള്ളി എടുക്കുക. ഇതൊരു 10, 15, 20 ആയാലും കുഴപ്പമില്ല. ഇനി ഈ 2 കാര്യങ്ങളും പ്ലസ് ഈ മുളക്, കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് വിനീഗറും കൂടി, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് ഒരു പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചൽ മുളക് കുതിർത്തത്. ഇത് പിരിയൻ മുളകാണ് കേട്ടോ, അപ്പോൾ ഓവർ എരിവും ഉണ്ടാവില്ല, നല്ല കളറ് കിട്ടും. പക്ഷേ എൻ്റെ അരിയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്, ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. ഒരു 25 മുതൽ 30 വരെ നമ്മുടെ എരിവിനനുസരിച്ച്. ഇതൊരു 10-26 എണ്ണം ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കാം. എന്നിട്ടിത് അരച്ചിട്ട് വരാം. ഓക്കെ. അയ്യോ, വരും നേരെ മുഖത്തേക്ക് തന്നെ. ഓക്കെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരല്പം കൂടി, ചെറിയ തരിതരിപ്പ് കുഴപ്പമില്ല. നോക്കട്ടെ, മതി. കറക്റ്റ്. അയ്യോ, ഒരല്പം തരിതരിപ്പായിട്ട് ഇങ്ങനെ കുഴഞ്ഞ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മസാല പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ചിക്കൻ്റെ പീസസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരയുന്നത് നല്ലതാണ്. നമുക്ക് ഉള്ളിലേക്കും കൂടി മസാല കയറുന്ന രീതിയിൽ. കാര്യം ഇതെല്ലാം വലിയ ചങ്കി പീസസാണ്. ഇത് ഒരു കോഴിയാണ്, ഇച്ചിരി വലിയ കോഴിയായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 പീസസായിട്ടാണ് കട്ട് ചെയ്തത്. ഇതേ നോക്കിക്കോളൂ, എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഉള്ളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും. ഓൾ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് അരച്ച മസാല പേസ്റ്റ്. അത്യാവശ്യം നല്ല എരിവാണ്, പക്ഷേ ഇത് പിരിയൻ മുളകാണ്. കളറിൻ്റെ അത്രയും എരിവ് വരില്ല. എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ എളുപ്പം, കൈയെല്ലാം നല്ല സൂക്ഷിക്കാം. പക്ഷേ എൻ്റെ ഒരു കംഫർട്ട്, ഞാൻ ഗ്ലൗസ് സാധാരണ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എരിവാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. 1 അല്ലെങ്കിൽ 1.5, കുഴപ്പമില്ല. ചിക്കൻ്റെ പീസസിലേക്ക് തേച്ച് പിടിപ്പിക്കും. ഈ നമ്മൾ വരഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്തൊക്കെ കയറ്റി കൊടുക്കാം. കാര്യം ഇത് ഒരു ദിവസം മുഴുവൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് വറുക്കാൻ പോണത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് മാരിനേറ്റഡായി ചിക്കനിലൊക്കെ നല്ല എരിവും അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇതിൽ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. ഇത് പ്യോർ ചിക്കൻ ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ആ വരഞ്ഞതിൻ്റെ എല്ലാം ഉള്ളിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്.
ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ആഹാ, തനി നാടൻ സ്റ്റൈലിൽ ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും, ഗംഭീരമായിരിക്കും. ക്രിസ്മസിന് നമ്മൾ ഒരു കാര്യം കുറയ്ക്കുന്നില്ല, മാക്സിമം ഫെസ്റ്റിവിറ്റി കൊണ്ടുവരാൻ നോക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുക്കളകളിലേക്ക്. ഓക്കേ, എൻ്റെ അടുക്കളയിൽ നേരത്തെ തുടങ്ങി ക്രിസ്മസ്. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് ക്രിസ്മസാണ്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ടൈം ഫോർ മീ. ഞാൻ ശരിക്കും കുക്കിങ് ഒരുപാട് ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുന്ന ആളാണ്. എത്ര സമയക്കുറവുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു പാഷൻ ആയതുകൊണ്ടായിരിക്കാം, എത്ര വയ്യായികയാണെങ്കിലും എത്ര സമയക്കുറവാണെങ്കിലും ചെയ്യാനൊരു ഭയങ്കര ഇഷ്ടവും എന്തോസിയാസമാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെ പാഷൻ ഉള്ളവർക്ക് അത് ഭയങ്കര സന്തോഷമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്കിനി ഞാൻ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. ഇതിനി നാളെ എടുത്തിട്ട് കുറച്ച് നേരം 2 മണിക്കൂർ മുന്നേ വെളിയിൽ വയ്ക്കും. എന്നിട്ട് മാത്രമേ വറുക്കുള്ളൂ, റോസ്റ്റാക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ക്ലിങ് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വയ്ക്കുന്നത്. യെസ്, ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നാളെ എടുക്കാം. അപ്പോൾ ഇനി 24 hours മാരിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളിത് കാണും. ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നല്ല 24 മണിക്കൂർ മാരിനേഷൻ കഴിഞ്ഞ ചിക്കനിലായിരിക്കും നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി റോസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്ത മസാല ചിക്കൻ്റെ പീസസിൽ പുരട്ടിയതും ഞാനത് ക്ലിങ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ. ഇപ്പോൾ ഇത് അടുത്ത ദിവസമാണ്, സെക്കൻഡ് ഡേ. ഏതാണ്ട് ഒരു 24 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇതേ നോക്കിയേ, നന്നായിട്ട് അത് മാരിനേറ്റഡ് ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് ഇത് വറുത്ത് തുടങ്ങാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഓക്കെ, കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ സെറ്റായി വരുന്നു. റൂം ടെമ്പറേച്ചറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ്. നല്ല എണ്ണ ചൂടാകട്ടെ. നമ്മുടെ ചിക്കൻ്റെ പീസസൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണല്ലോ ആ മസാലയിൽ ഇതിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിങ്ങനെ എന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല. ഇനി ഒന്നും ചെയ്യണ്ട. ഇത് വറുത്ത് പോരുമല്ല, ഇങ്ങനെ പൊരിച്ചെടുക്കുക എന്ന് പറയില്ല നമ്മൾ, ആ ഒരു സ്റ്റൈലാണ്. എണ്ണ ചൂടായി തുടങ്ങി. ഇനി കറിവേപ്പില ആദ്യം ചെറിയ പൊട്ടിലൊക്കെ ഉണ്ടാവും. യെസ്, ഓരോ പീസസായിട്ട് നല്ല മണം വന്നു തുടങ്ങി. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് തീ അല്പം കുറച്ചിടാം. കാരണം ഇത് വേഗവും കൂടെ വേണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്റ്റീം കയറും. ഷാലോ ഫ്രൈ ആണ്. ഒരു സൈഡ് മൂക്കുകയും ചെയ്യും, ഉള്ളു വേകുകയും ചെയ്യും. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ, മീൻ പൊരിക്കില്ലേ അതുപോലെ. ബാക്കി ഒരു വലിയ 3 പീസ് ഉണ്ട്, അത് അടുത്ത് രണ്ടാമത് ചെയ്യും. ഓക്കെ, അപ്പോൾ തന്നെ നല്ല ഒരു മണം, എൻ്റെ പൊന്നോ. വെളിച്ചെണ്ണയിൽ ഈ ഒരു നാടൻ മസാല പുരട്ടിയ നല്ല പിടിച്ചിരിക്കുന്ന ചിക്കൻ ഇടുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ. ഈ അടുക്കള മുഴുവൻ മണക്കും. നിങ്ങളുടെ അടുക്കളയും മണക്കും. ഇതുപോലെ ചെയ്താൽ മതി. നല്ല ഫ്ലേവർഫുള്ളായിരിക്കും ക്രിസ്മസ് സീസണിൽ. അപ്പോൾ ചിക്കൻ്റെ സ്റ്റേജ് കാണണ്ടേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്ക് തുറന്നൊന്ന് നോക്കി, ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടു. അതായത് ചിക്കനിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങും. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നാണ് ഇത് വേകുന്നത്. വെള്ളവും നമ്മളൊഴിച്ച എണ്ണയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ. അതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവൻ എണ്ണയല്ല, ഇത് ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളവും കൂടി ചേർന്നാണ്. ഇനി നമുക്കിത് തുറന്നിട്ടുന്നാൽ മതി. ഓക്കെ, ഇനി ഇത് വീണ്ടും അടച്ചിടാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നിടാം. എന്നിട്ട് കറക്റ്റായിട്ട് പാകത്തിന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും.
ഇപ്പം നോക്കി ഞാൻ തീ കുറച്ചിട്ടിരുന്നു. അപ്പോൾ ആവശ്യത്തിന് അടച്ചിട്ടു. അത് കഴിഞ്ഞ് തുറന്നു വെച്ചു. വെള്ളമൊക്കെ പറ്റി. ഇപ്പോൾ എണ്ണയിൽ കിടക്കണം. അപ്പോൾ ചിക്കനിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചിട്ടില്ല. അതേ നോക്കിക്കോളൂ. ഇത്ര എണ്ണ ഞാൻ സത്യമായിട്ട് ഒഴിച്ചിട്ടില്ല. ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ എണ്ണയും കൂടിയാണ്. ഓക്കെ, ഇതിപ്പോൾ പാകത്തിനൊക്കെ മൂത്ത് കഴിഞ്ഞു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പീസ് ഇളകി വരുന്നുണ്ട്. വന്നിട്ട് എല്ലാം നല്ലതായിട്ട് സെറ്റ്. ഇനി ഈ എണ്ണയിൽ നിന്നും മാറ്റാം. ഫസ്റ്റ് ലോട്ട് 2 സൈഡും ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ മണം, രക്ഷയില്ലല്ലോ ദൈവമേ. രുചികരമായ ഒരു മണം. പൊരിച്ച കോഴീൻ്റെ മണം എന്നൊക്കെ പറയുന്നത് ആ ഒരു മണം എനിക്കിവിടെ കിട്ടുന്നുണ്ട് നന്നായിട്ട്. നല്ല തനി നാടൻ സ്റ്റൈലാണിത്. അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇങ്ങനെ എടുത്തിടാം. എണ്ണയിലുള്ള പൊടിയാണത്. ഇത് നല്ല ടിപ്പിക്കൽ നാടൻ ശൈലിയിൽ നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഗരം മസാലയുടെ സാധനമൊന്നും ചേർത്തിട്ടില്ല. ഓക്കെ, നോ മസാല പൗഡേഴ്സ്. ഇനി ബാക്കി എണ്ണ ചൂടായി കിടക്കണു. ഇനി എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിച്ചിരിക്കുവാണല്ലോ. നമ്മൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. യെസ്, ജസ്റ്റ് വെയിറ്റ്. ഇനി വീണ്ടും അടച്ചുവിടാം. ആദ്യത്തെ ഒരു ഭാഗം അടച്ചിടുന്നു, ഇടയ്ക്കൊന്ന് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നു, വീണ്ടും അടച്ചിടുന്നു. ആൻഡ് ഒരു പകുതിക്ക് ശേഷം ഉള്ള ഏകദേശം എന്തോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അവസാനത്തെ 3 പീസ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വാ, എന്തും മണമെന്നറിയാം. ഇവിടെ നിൽക്കാൻ വയ്യാത്തത്ര മണമാണ്. സോ യമ്മി മണം, തനി നാടൻ മണം, ഒരു രക്ഷയില്ലാത്ത മണമാണ്. കാര്യം ഇത് സാധാരണ നമ്മൾ ഗരം മസാല പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് എപ്പോഴും ആ മസാലയുടെ മണമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതിൽ ഗരം മസാല എന്ന് പറഞ്ഞൊരു സംഭവമില്ലല്ലോ. അപ്പോൾ ആ ഒരു നാടൻ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനത്തെ മുളകിൻ്റെയും ആ ചിക്കൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു മണം. ഇത് പ്യുവർ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്ന് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയൊന്നും അധികം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിൽ തന്നെ വെച്ചിട്ട് കുറച്ച് ഡ്രെയിനായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പീസസ് മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രിൽഡ് ചിക്കൻ പോലെ ഇരിക്കത്തില്ല. അങ്ങനെ ഓയിലൊന്നും അങ്ങനെ ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇപ്പോഴത്തെ പീസും കൂടി എടുക്കാം. യെസ്, ചൂടെൻ്റെ കൈ. യോ മൈ ഗോഡ്, എണ്ണയിൽ നിന്നും ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. വാവ്, നമ്മുടെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഈ ചൂടായ എണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ഡെക്കറേഷൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി റോസ്റ്റ് ഈസ് റെഡി. ഇതിൻ്റെ മണവും രുചിയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഗംഭീരമാണ്. ഈ മുറി കംപ്ലീറ്റ് നമ്മുടെ ടെറസ് കിച്ചൻ മുഴുവൻ മണക്കാണ്. ഈ ചില കടകളൊക്കെ ഉണ്ട്, നമ്മുടെ നാടൻ കടകൾ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ചിക്കൻ പൊരിച്ചു തുടങ്ങുമ്പോൾ ഒരു മണമുണ്ട്. അതുപോലത്തെ ഒരു മണം ഇവിടെ കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു ചിക്കൻ ചില്ലി റോസ്റ്റ് നിങ്ങളുടെ ക്രിസ്മസിനെ ഗംഭീരമാക്കും. മറക്കണ്ട, ഇത് തയ്യാറാക്കി നോക്കണം. ഇറ്റ്സ് ടു ഗുഡ്. ഇനി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് നല്ലതാണ്. ഭയങ്കര ചൂടാണ്. ഓക്കെ, ചൂടില്ലാത്ത ഭാഗത്തുനിന്ന് ഞാൻ ഇച്ചിരി എടുത്ത് കഴിക്കാം, കാണിച്ചു തരാം. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഉള്ളൊക്കെ നല്ല ഇതായിട്ടുണ്ട്. നോക്കി തൊടുമ്പോൾ തന്നെ ഇത് ഇളകി വരുന്നുണ്ട്.
മുളകെല്ലാം പിടിച്ച് അതിൻ്റെ അരപ്പോടുകൂടി ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല, അത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ചെന്നാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഡെഫിനറ്റ്ലി ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും വെരി ഗുഡ് റെസിപ്പിയാണിത്. എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ, ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് കഴിഞ്ഞിട്ടില്ല. 2025 ഇനിയും കൂടുതൽ വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നാരായൺ വ്ളോഗ്സ്. ലവ് യു ഓൾ.